അർജുനൻ അശ്വത്ഥാമാവിനെ വെറുതെ വിടുന്നുവെന്ന് കണ്ടിട്ട് ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, നീ ഒരു കാരുണ്യം അവനോട് കാണിക്കരുത്. അവര് ബ്രാഹ്മണനല്ല, സാധുവായിട്ടുള്ള കുട്ടികളെ ഉറക്കത്തിൽ അവൻ കൊന്നതാണ്. ഇത് അധർമ്മമാണ്. അവനെ എത്രയും പെട്ടെന്ന് കൊല്ലുമെന്ന്. അശ്വത്ഥാമാവനെ രഥത്തിലേക്ക് വലിച്ചഴിച്ച് എറിയും. എന്നിട്ട് അർജുൻ പറയും, എനിക്ക് അവനെ കൊല്ലാൻ കഴിയില്ല കൃഷ്ണ. എൻ്റെ ഗുരുവിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുക? അങ്ങ് ആജ്ഞാപിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും. അർജുനൻ അശ്വത്ഥാമായി വലിച്ചഴിച്ച് യുധിഷ്ഠിരന്റെയും ദ്രൗപദി ദേവിയുടെയും മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇവനാണ് നമ്മുടെ കുട്ടികളെ കൊന്നത്, ഇവനോട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദ്രൗപദി ദേവി ഉടൻ തന്നെ അശ്വത്ഥാമാവനോട് കാരുണ്യം തോന്നിയ. അശ്വത്ഥാമ തലകുനിച്ചിരിക്കാം. പക്ഷെ എന്നിട്ടും പാവം ദ്രൗപദി ദേവി അശ്വത്ഥാമാവിന്റെ മുമ്പിൽ കൈ കൂപ്പി നിൽക്കുക. നോക്കണേ, സ്വന്തം മക്കളെ കൊന്ന ആളാണ്. അങ്ങനെ പാണ്ഡവർ എത്രത്തോളം ധർമ്മിഷ്ഠരാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇതേപോലെയാണോ കൗരവർ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. പൊതുവെ പാണ്ഡവരെ കുറ്റം പറയുന്നവർ പാണ്ഡവരുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും അറിയും. സ്വന്തം മക്കളെ കൊന്ന അശ്വത്ഥാമ മുന്നിൽ നിൽക്കുമ്പോഴും ദ്രൗപദി ദേവി നമസ്കരിക്കുകയാണ്. ആർക്ക് ഇത് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? ദ്രൗപദി ദേവി നേരത്തെ വിഷമം കൊണ്ട് പറഞ്ഞു അശ്വത്ഥാമന്റെ തലയറുത്ത് കൊണ്ടുവരുമെന്ന്. പക്ഷെ ആ അശ്വത്ഥാമനെ മുന്നിൽ കണ്ടപ്പോഴത്തേക്ക് ദ്രൗപദി ആളിനെ ക്ഷമിക്കുകയാണ്. എന്തുകൊണ്ട്? ഇത് നമ്മുടെ ഗുരുവിന്റെ പുത്രനാണ് എന്നാണ് ദ്രൗപദി ചോദിച്ചത്. കൂടാതെ ബ്രാഹ്മണനാണ്. ദ്രൗപദി ദേവി കൈകൂപ്പിയിട്ട് പറയുകയാണ്, ആളിനെ വെറുതെ വിടും, കാരണം നമ്മുടെ ഗുരുവിന്റെ മകനാണ്. മകൻ എന്ന് പറഞ്ഞ അച്ഛനെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ ദ്രോണാചാര്യ മരിച്ച സമയത്ത് ദ്രോണാചാര്യയുടെ ഭാര്യയായ കൃപി ദേഹത്യാഗം ചെയ്തില്ല, കാരണം മകൻ ഉണ്ടായതുകൊണ്ട്. അശ്വത്ഥാമാനെ നമ്മൾ കൊന്നുകഴിഞ്ഞാൽ പിന്നെ കൃപി കൂടുതൽ ദുഃഖത്തിലാണ്ട് പോകും. അത് അധർമ്മമായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം കൃപി ഒരിക്കലും അനുഭവിക്കരുത്. അതുകൊണ്ട് പിന്നെ അതുകൂടാതെ ബ്രഹ്മഹത്യാ പാപം നമുക്ക് ലഭിക്കരുത്.